നമസ്കാരം. വിവാദമായ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അന്വേഷണം പുതിയ ഘട്ടത്തിലേക്ക് വ്യാപിപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നടപടികൾ കർശനമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂരിലെ കുടുംബ വീട്ടിലും അതിനോട് ചേർന്നുള്ള സമീപ പ്രദേശങ്ങളിലും കേന്ദ്ര അന്വേഷണ സംഘം നേരിട്ടെത്തി പ്രാഥമിക വിവരശേഖരണവും പരിശോധനയും നടത്തി. ബുധനാഴ്ച രാവിലെ 9:30 പാതിരിയാട് വില്ലേജ് ഓഫീസറെയും ഒപ്പം കൂട്ടിയാണ് രണ്ട് മുതിർന്ന ED ഉദ്യോഗസ്ഥർ പിണറായിയിലെ വീട്ടിലെത്തിയത്. വീടിന് മുന്നിലുള്ള സ്ഥലത്തിന്റെ ഡിജിറ്റൽ ചിത്രങ്ങളൊക്കെ തന്നെ പകർത്തിയ സംഘം തുടർന്ന് പിണറായി വില്ലേജിലെ ഇടക്കടവ് പ്രദേശത്തുള്ള ഭൂമിയിലും പരിശോധനയ്ക്കായിട്ട് എത്തിച്ചേർന്നു. പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ നേരിട്ടുള്ള ഉടമസ്ഥതയിലുള്ളതാണ് ഇടക്കടവിലെ ഈ ഭൂമിയെന്ന് റവന്യൂ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ കൃത്യമായി അടയാളപ്പെടുത്തി നൽകിയ ഈ സ്ഥലങ്ങളുടെയും ചിത്രങ്ങൾ വിശദമായിട്ട് പകർത്തിയ ശേഷമാണ് കേന്ദ്ര സംഘം അവിടെ നിന്നും മടങ്ങിയത് തന്നെ. ഈ അപ്രതീക്ഷിത പരിശോധനയുടെ കൃത്യമായ ലക്ഷ്യത്തെക്കുറിച്ചോ കാരണങ്ങളെക്കുറിച്ചോ ED ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും നിയമ നടപടികളുടെയൊക്കെ തന്നെ ഭാഗമായിട്ടുള്ള നീക്കമാണിതെന്നാണ് സൂചന. വീണ വിജയന് പുറമെ പിണറായി വിജയന്റെ മകന്റെ പേരിലുള്ള ചില വസ്തുവകകളുടെയും ചിത്രങ്ങൾ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അന്വേഷണ വിധേയമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വീണയുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുവകകളൊക്കെ തന്നെ കണ്ടുകെട്ടുന്നതിനുള്ള പ്രാഥമിക നിയമ നടപടികളുടെയൊക്കെ തന്നെ ഭാഗമായാണ് ഈ അടിയന്തര നീക്കമെന്ന് പരക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട്. നേരത്തെ ഇതേ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് പിണറായിയിലെ വീട്ടിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വിപുലമായിട്ടുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ വെച്ച് 9 മണിക്കൂറിലധികം നീണ്ട കഠിനമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വീണ വിജയൻ വിധേയയായത്. നിലവിൽ 2 വട്ടമാണ് വീണയെ കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്തിട്ടുള്ളത്. രാവിലെ 9:30 ED ഓഫീസിലെത്തിയ അവർക്കെതിരെ 10:30 ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ തന്നെ ആരംഭിച്ചത്. അടുത്ത ഘട്ട ചോദ്യം ചെയ്യലിൻ്റെ കൃത്യമായ തീയതി വ്യക്തമല്ലെങ്കിലും വരും ദിവസങ്ങളിൽ തന്നെ അത് ഉണ്ടാകുമെന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ കള്ളപ്പണ ഇടപാട് കേസിൽ വീണ വിജയൻ ഉൾപ്പെടെ ആകെ 7 പേരെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി ഇതുവരെ വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ടുള്ളത്. നേരത്തെ ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO വിപുലമായി തയ്യാറാക്കിയ കുറ്റപത്രത്തിലെ 134 നിർണായകമായിട്ടുള്ള ആധാര രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിരുന്നു. കൊച്ചിയിലെ കമ്പനികാര്യ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയിൽ ED ഔദ്യോഗികമായിട്ട് നൽകിയ പ്രത്യേക അപേക്ഷയെ തുടർന്നായിരുന്നു ഈ സുപ്രധാന നടപടി ഉണ്ടായത്. കേസിൽ ഉൾപ്പെട്ട കരിമിനൽ കമ്പനിയായിട്ടുള്ള CMRL ഈ കൈമാറ്റ നീക്കത്തെ കോടതിയിൽ ശക്തമായി എതിർക്കുകയും നിയമപരമായിട്ടുള്ള തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ CMRL കമ്പനിയുടെ വാദങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് അന്വേഷണത്തിന് ആവശ്യമായ മുഴുവൻ രേഖകളും EDക്ക് കൈമാറാൻ പ്രത്യേക കോടതി ഉത്തരവിടുകയായിരുന്നു. ഈ കോടതി ഉത്തരവോടെ കേസിലെ കള്ളപ്പണ ഇടപാടുകൾ തെളിയിക്കുന്നതിനുള്ള നിർണായകമായിട്ടുള്ള തെളിവുകൾ EDയുടെ കൈകളിൽ നേരിട്ടെത്തിച്ചേർന്നു. കോടതി ഉത്തരവിൻ്റെ പിൻബലത്തിൽ ലഭിച്ചിരിക്കുന്ന രേഖകൾ മുൻനിർത്തിക്കൊണ്ട് കേസിന്റെ ഭാഗമായി അടുത്തിടെ നടത്തിയ വിപുലമായിട്ടുള്ള റെയ്ഡുകൾക്ക് പിന്നാലെ മരവിപ്പിച്ച 242 ബാങ്ക് അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപ പൂർണ്ണമായിട്ടും കണ്ടുകെട്ടാനാണ് ED ഇപ്പോൾ അടിയന്തരമായിട്ടുള്ള നിയമ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. മരവിപ്പിക്കപ്പെട്ട ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ വീണ വിജയന്റെ വ്യക്തിഗത ഉടമസ്ഥതയിലുള്ള HDFC ബാങ്ക് അക്കൗണ്ടും ഉൾപ്പെടുന്നു എന്നതാണ് ഈ സാമ്പത്തിക നിയമ നടപടിയെ അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തലത്തിലേക്ക് ഇപ്പോൾ ഉയർത്തി. ഇതിന് പുറമെ മുൻപ് നടത്തിയ റെയ്ഡുകളിൽ അന്വേഷണ സംഘം പിടിച്ചെടുത്ത വീണയുടെ മൊബൈൽ ഫോണുകൾ, വിവിധ നിക്ഷേപ രസീതുകൾ, അതുപോലെ തന്നെ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട രേഖകൾ, മറ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ കേസിൻ്റെ തുടർ നടപടികൾക്കായിട്ട് സ്ഥിരമായി കസ്റ്റഡിയിൽ സൂക്ഷിക്കാനുള്ള നിയമപരമായിട്ടുള്ള അനുമതിയും ED പ്രത്യേക അതോറിറ്റിയോട് തേടും. നിലവിൽ പിടിച്ചെടുക്കപ്പെട്ട ഈ ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ സൈബർ വിദഗ്ധരുടെയൊക്കെ തന്നെ നേതൃത്വത്തിൽ തികച്ചും ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ മുൻപ് റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ഒരു സംഘം ആളുകൾ ആക്രമിച്ച കേസിൽ പ്രതിപക്ഷമായിട്ടുള്ള CPM വലിയ നിയമക്കുരുക്കിലേക്ക് മാറുന്നതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഈ സംഘടിത ആക്രമണത്തിന് പിന്നിലെ കൃത്യമായ ഗൂഢാലോചനയും ആസൂത്രണവും തെളിയിക്കുന്നതിനായിട്ട് പ്രത്യേക അന്വേഷണ സംഘം CPM മുതിർന്ന നേതാക്കളുടെ ഫോൺ കോൾ വിവരങ്ങൾ വിശദമായിട്ട് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി V ജോയി MLA, അതോടൊപ്പം തന്നെ CK ഹരീന്ദ്രൻ MLA എന്നിവരുടെയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഫോൺ കോൾ വിവരങ്ങളാണ് മ്യൂസിയം CI R പ്രശാന്തിന് നേരിട്ടുള്ള നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത്. നിലവിലുള്ള 2 MLAമാരുടെ സ്വകാര്യ ഫോൺ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട് പോലീസ് സംഘം സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ മുൻകൂർ നിയമപരമായിട്ടുള്ള അനുമതി ഉടൻ തേടുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങളെ ഭയപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പിണറായിയുടെ വീട്ടിലേക്ക് 4 അംഗ ED സംഘം എത്തിയപ്പോഴും പ്രാദേശിക പ്രവർത്തകർ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കാതെ മാറി നിന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ മെയ് 27-ന് ED ഉദ്യോഗസ്ഥർ വ്യാപകമായിട്ട് ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ അന്വേഷണമാണ് ഇപ്പോൾ CPMന്റെ സംസ്ഥാന മുതിർന്ന നേതാക്കളിലേക്കൊക്കെ തന്നെ നേരിട്ട് എത്തി നിൽക്കുന്നത്.
റെയ്ഡ് നടക്കുന്ന സമയത്ത് എം വി ഗോവിന്ദനും മറ്റ് 2 MLA-മാരും പിണറായി വിജയന്റെ വീട്ടു പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇവർക്കൊപ്പം ജോൺ ബ്രിട്ടാസ് MP, മന്ത്രി വി ശിവൻകുട്ടി, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ MLA എന്നിവരും സംഭവ സ്ഥലത്ത് രൂപപ്പെട്ട വലിയ പ്രതിഷേധങ്ങളിൽ നേരിട്ട് പങ്കെടുത്തതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളിൽ നിന്ന് കൃത്യമായ ആഹ്വാനമോ നിർദ്ദേശമോ ലഭിക്കാതെ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ 100ഓളം വരുന്ന പാർട്ടി പ്രവർത്തകർ പൂർണ്ണമായും അക്രമാസക്തരായി സംഭവ സ്ഥലത്തേക്ക് തടിച്ചുകൂടില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള CPM പ്രവർത്തകർക്ക് കേന്ദ്ര ഉദ്യോഗസ്ഥരോട് വ്യക്തിപരമായിട്ടുള്ള യാതൊരുവിധ വൈരാഗ്യവും ഇല്ലെന്നും അതിനാൽ തന്നെ ഇതിന് പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനായിട്ട് അന്വേഷണം CPM നേതൃത്വത്തിലേക്ക് വ്യാപിപ്പിക്കണമെന്നുമാണ് EDയുടെ ഔദ്യോഗിക നിലപാട്. വിവിധ മാധ്യമങ്ങളിൽ നിന്ന് ശേഖരിച്ച തത്സമയ ദൃശ്യങ്ങളും മറ്റ് ശാസ്ത്രീയ തെളിവുകളും ഉപയോഗിച്ച് കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള നീക്കവും പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസിൽ CPM പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു ഉൾപ്പെടെയുള്ള 10 പ്രധാന പ്രതികളുടെ ജാമ്യാപേക്ഷകൾ കോടതി കഴിഞ്ഞ ദിവസം പൂർണ്ണമായി തള്ളിയിരുന്നു. അക്രമ സംഭവങ്ങളുടെ യഥാർത്ഥ ദൃശ്യങ്ങൾ കോടതി മുറിയിൽ വെച്ച് നേരിട്ട് പരിശോധിച്ച ശേഷമാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി S നസീറ പ്രതികളുടെ ജാമ്യാപേക്ഷകൾ കർശനമായി തള്ളിക്കൊണ്ട് ഉത്തരവിട്ടത്. അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് പ്രതികൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നും അന്വേഷണം നിർണായക ഘട്ടത്തിലായതിനാൽ പ്രതികൾക്ക് യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A സന്തോഷ് കുമാറും EDക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സന്തോഷ് ജോസും കോടതിയിൽ ശക്തമായി വാദിച്ചു. പ്രതികളുമായി യാതൊരു മുൻവിരോധവും ഇല്ലാതിരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരെ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി മാരകായുധങ്ങളുമായി കൊലപ്പെടുത്താനാണ് പ്രതികൾ ശ്രമിച്ചതെന്നും പ്രതികളുടെ ഈ നിയമവിരുദ്ധ പ്രവൃത്തിയെ ലഘൂകരിച്ച് കാണാനായിട്ട് കഴിയില്ലെന്നും പ്രോസിക്യൂഷൻ നിലപാട് സ്വീകരിച്ചു. തുടർന്ന് CMRL കേസിലെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പ്രതികളെ റിമാൻഡിൽ തന്നെ സൂക്ഷിക്കണമെന്ന് ED ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ ED ഉദ്യോഗസ്ഥർക്കെതിരായ പ്രതിഷേധത്തിനിടെ CPM പ്രവർത്തകർ തല്ലി തകർത്ത ടാക്സി കാർ നന്നാക്കാൻ ഡ്രൈവർ ശ്യാംരാജിന് ആവശ്യമായ പൂർണ്ണ സാമ്പത്തിക സഹായം നൽകുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയത് CPMന് രാഷ്ട്രീയമായി തന്നെ വലിയ തിരിച്ചടിയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കാരണം CITU ഓട്ടോ ടാക്സി യൂണിയന്റെ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി ശ്യാംരാജിനെ സഹായിക്കുമെന്ന മുൻ വാഗ്ദാനം CPM നേതൃത്വം പാലിക്കാത്തതിനെ തുടർന്നാണ് കേന്ദ്ര ഏജൻസിയുടെ ഈ അപ്രതീക്ഷിത ഇടപെടൽ ഉണ്ടായത്. ആക്രമണത്തിൽ തകർന്ന 3 കാറുകളുടെ അറ്റകുറ്റപ്പണിക്ക് ഇൻഷുറൻസ് തുകയ്ക്ക് പുറമെ ചിലവായ തുക നൽകാമെന്നാണ് ED കഴിഞ്ഞ ദിവസം അറിയിച്ചത്. എന്നാൽ ആക്രമണം നടക്കുന്നതിന് 2 ദിവസം മുൻപ് വാഹനത്തിന്റെ ഫിറ്റ്നസ് കാലാവധി തീർന്നതിനാൽ ശ്യാംരാജിന്റെ കാറിന് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. അതിനാൽ കാർ പൂർണ്ണമായിട്ട് നന്നാക്കാൻ ആവശ്യമായ 8.25 ലക്ഷം രൂപ നേരിട്ട് കൈമാറുമെന്നും ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷിക്കാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ED ഡെപ്യൂട്ടി ഡയറക്ടർ S സിമി അറിയിച്ചിട്ടുണ്ട്. ജീവനമാർഗം തടസ്സപ്പെട്ട് ജപ്തി ഭീഷണിയിലായ CITU നേതാവിനെ ED സഹായിക്കുന്നത് CPMനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്.